തമ്പുരാനെ പറ്റി ആലോചിക്കുമ്പോൾ കുറേ കാറുകൾ വരും, പല മോഡൽ കാറുകൾ വരും. ഈ ക്രേസിലേക്ക് എപ്പോഴാണ്? അത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് പഠിച്ചത് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. 11 വയസ്സിലാണ് തുടങ്ങിയത് ഡ്രൈവിംഗ്. പഴയ ഒരു വോക്സ് വാഗൺ ബീറ്റിൽ വണ്ടി ഇപ്പോഴും സ്ഥലത്തില്ല, പക്ഷെ വർക്ക്ഷോപ്പിൽ കിടക്കുകയാണ്. അമേരിക്കൻ നിർത്തി പാർട്സ് ഒക്കെ വരുത്തി റിപ്പയറിങ് ആൻഡ് റെസ്റ്റോറേഷൻ നടക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അത് ഏറ്റവും പഴയ മോഡലാണ്, 1967 or 68 മോഡലാണ്. അപ്പം അതിന് 11 വയസ്സിന് പൊക്കമില്ല. ഒരു തലയണയൊക്കെ വെച്ച് വല്യച്ഛനാണ് പഠിപ്പിച്ചത് ആദ്യം. ഇതാണ് ആക്സിലേറ്റർ, ഇതാണ് ക്ലച്ച്, ഇതാണ് ബ്രേക്ക്, സ്റ്റിയറിംഗ് നേരെ പിടിക്കുക, വണ്ടി ഓടിക്കുക. വല്യച്ഛൻ ഇതാ പറഞ്ഞിട്ടുള്ളത്. ആദ്യം അദ്ദേഹം കൂടെ ഇരുന്നൊക്കെ പഠിപ്പിച്ചു. പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഇവിടെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും വല്യമ്മയ്ക്കും ഒന്നും അത്ര പോരെ, പ്രായപൂർത്തിയാകത്തെ കുറച്ച് പയ്യനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തേ ഓടിക്കൂ, പുറത്തോട്ടില്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് സ്ഥലമുണ്ട് നമുക്ക്, ഓഫ് റോഡിങ് പോലെ. അപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ നല്ല സ്പീഡിൽ ഞാൻ നോക്കി, സ്പീഡ് നോക്കുമ്പോൾ 40-45 കൂടെ വണ്ടി സ്പീഡ് കയറുന്നില്ല. ഞാൻ വെച്ചാൽ പഴയ വണ്ടി ആയതുകൊണ്ടായിരിക്കും. മൈൽസ് ആയിരുന്നു, കിലോമീറ്റർ അല്ല, മൈൽസാണ്. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അറൗണ്ട് 80-90 ഒക്കെ. നമ്മൾ നല്ല സ്പീഡിലാണല്ലേ പൊക്കോണ്ടിരിക്കുന്നത്, അവിടെ മീറ്റർ കയറാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ. പിന്നെയാണ് ഈ ന്യൂ ജനറേഷൻ കാർസ് വന്നു, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നു, പിന്നെ സെൻസേഴ്സ്. പണ്ടൊക്കെ ഒരു വണ്ടി റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴുത്തൊക്കെ തിരിച്ച് ബാക്കിലോട്ടൊക്കെ തിരിഞ്ഞൊക്കെ നോക്കണമല്ലോ. പക്ഷേ ഇപ്പോഴൊന്നും വേണ്ട, ഇപ്പം മുമ്പിൽ സ്ക്രീനിൽ നോക്കിയാൽ മതി, എല്ലാം പറയും, സൈഡിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. ഇൻസ്ട്രക്ഷൻ കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം അങ്ങനെ പഠിച്ച. പക്ഷേ ഇപ്പോഴും എനിക്ക് ഓട്ടോമാറ്റിക് ഓടിക്കാൻ വലിയൊരു പ്രിയമില്ല. മാനുവൽ മതി. അതുകൊണ്ടാണ് ഞാനൊരു പജേറോ സ്പോർട്ട് വാങ്ങിച്ചു, കംപ്ലീറ്റ് ഓഫ് റോഡർ മാനുവൽ. അത് വെച്ചിങ്ങനെ കുറച്ച് ഓഫ് റോഡിങ് ഒക്കെ പോകും. ഓഫ് റോഡ് പോകുന്നൊരു തമ്പുരാനും ഉണ്ട്. ഓഫ് റോഡ് രസമാണ് ഓടിക്കാൻ. റീസെന്റ് എന്തെങ്കിലും ട്രിപ്പ് ഒക്കെ ഉണ്ടായോ? റീസെന്റ് ഓഫ് റോഡിങ് ഇല്ല, അധികം പോയില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഓഫ് റോഡ് അല്ലായിരുന്നു, ഇപ്പോൾ ഒരു 2 മാസം മുമ്പേ പോയി. തുംഗനാഥ് എന്ന് പറഞ്ഞ സ്ഥലം, തുംഗനാഥ് ഹിമാലയത്തില്. അത് പക്ഷേ ഓഫ് റോഡാണ്, ടാർ റോഡാണ്. പക്ഷെ എന്തായാലും ഒരു 14,000 ഫീറ്റ് അടുപ്പിച്ചുണ്ട് ഹൈറ്റ്. അവിടെ പോയി കാറ് പോകുന്നതിനപ്പുറത്ത് പിന്നെ ഒന്നീ നടക്കണം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ പോലെ രാജാവ് കുതിരപ്പുറത്ത് പോയില്ലെങ്കിൽ മോശമല്ലേ, നടക്കാൻ പഠിച്ചിട്ടാ. അപ്പൊ കുതിരയിലെ ക്ഷേത്രം വരെ പോയി തൊഴുതിട്ട് വന്നു. കുതിരയില് അല്ലെങ്കിൽ നടക്കുകയാണെങ്കിൽ ഒരുപാട് ഇത്രയും ഹൈറ്റില് നമുക്ക് ശീലമില്ലല്ലോ. നമ്മൾ ഈ കടലിന്റെ നിരപ്പിൽ നിന്ന് 14,000 അടി പോകുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടും. കുതിരപ്പുറത്താകുമ്പോൾ കുതിര പതുക്കെ അങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് മുകളിൽ കയറി നടന്നു, പതുക്കെ നടന്നു, വലിയ കുഴപ്പമില്ലാതെ പോയിട്ട് വന്നു. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പൂജയുള്ള ശിവക്ഷേത്രമാണെന്നാണ് എൻ്റെ അറിവ്. തുംഗനാഥ്. കേദാർനാഥ് കേട്ടിട്ടില്ല? കേദാർനാഥിന്റെ 5 കേദാരങ്ങളിൽ ഒരു കേദാരമാണ് ഇത്. പഞ്ചകേദാറിലെ ഏറ്റവും ഉയരം കൂടിയത് തുംഗം. അപ്പൊ അവിടെ പോയിട്ട് വന്നു. പോയി. എത്ര കാർ ഉണ്ടാവും കളക്ഷനിൽ? എനിക്കാ ഈ പഴയ ബീറ്റില് എല്ലാ ഫ്യൂവലും ഉണ്ട്. ബീറ്റിൽ പെട്രോൾ, പിന്നെ ഒരു EV ഉണ്ട്, അപ്പൊ ഇലക്ട്രിക് ആയി. പജേറോ ഡീസല്, പിന്നെ ഒരു സെലേറിയോ, അത് പെട്രോൾ. 4 ഓക്കെ. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും പഴയൊരു അംബാസഡർ ഉണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും കല്യാണത്തിന് കിട്ടിയ അമ്മുമ്മ കൊടുത്ത വണ്ടിയാണ്, ചുവപ്പും ക്രീമുമായിട്ടുള്ള. അതും ഇപ്പോൾ വർക്ക്ഷോപ്പില്ല, അടുത്ത ആഴ്ച ഇറങ്ങും. അതും ഞാൻ ഇടയ്ക്ക് ഓടിക്കുന്നത്. ആണല്ലേ? ഈ ഇടയ്ക്ക് ഒരു ഓപ്പൺ ജീപ്പ് വന്നതിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നേ. 4x4 ഉണ്ട്. അവരുടെ ഓഫ് റോഡിൽ വിളിച്ചിട്ടുണ്ട്, പോണം. ആണോ? അപ്പം പെട്ടെന്ന് ഞാൻ അമ്മയുടെ അടുത്തു നിന്ന് അങ്ങനെ ഒരു ആഗ്രഹം പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. വീഡിയോ ആണോ, എന്നെയും കൂടെ കൂട്ടി ഒന്ന് കറക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അമ്മയ്ക്ക് പക്ഷേ സ്പീഡ് പേടിയാ. ആണോ? അതൊക്കെ പോകാൻ പറയും. എങ്ങനെ അമ്മയായിട്ട് ട്രിപ്പൊക്കെ പോകും? അങ്ങനെ അമ്മയായിട്ട് ഇല്ല, അധികം വെച്ചാൽ അമ്മയ്ക്ക് സ്പീഡ് പേടിയുണ്ട്. ഇപ്പോൾ കാറിലധികം അമ്മയെ കൊണ്ടുപോകില്ല. പിന്നെ അമ്മയ്ക്ക് പിന്നെ കാറിൽ ഇവിടെ ഇപ്പോൾ അധികം വലിയ യാത്രയില്ല. അമ്മയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അമ്മയിൽ നിന്ന് എന്താണ് ശരിക്കും ആർജിച്ചെടുത്തതെന്ന് അറിയാനൊരാഗ്രഹമുണ്ട്. അമ്മ കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് ഈ പൂജ ശ്ലോകങ്ങൾ, നമ്മൾ അമ്പലത്തിൽ പോവുക, പിന്നെ എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക, ബാക്കി സഹജീവികളത്തെ കരുണയോടും അനുകമ്പയോടും പെരുമാറുക, ആരെയും പരിഹാസം ചെയ്യാൻ പാടില്ല, ഒക്കെയാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അതിൽ കുറച്ചൊക്കെ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്.
ഒരു മെയിൻ ആയിട്ടൊരു മോറൽ വാല്യൂ അമ്മ പഠിപ്പിച്ചെന്നതിൽ എപ്പോഴും എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഈ ഒരു കാര്യം ഒരിക്കലും അമ്മ പഠിപ്പിച്ചത് മറന്നു പോവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചേക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? എവിടെ പോയാലും ആൾക്കാരുമായിട്ട് വഴക്ക് പിടിക്കാതെ സമാധാനം പ്രിയനായിരിക്കണം എന്നാണ് അമ്മ പറയുന്നത്. ദേഷ്യം പാടില്ല. എല്ലാവരും പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഇത്രയും ഭയങ്കര ഭയങ്കര ഇന്നസെൻസ് ഉള്ളൊരു തമ്പുരാനെന്ന് ആൾക്കാർ പറയുന്നത്. ഭയങ്കര ഇന്നസെൻസ് മാത്രമല്ല, അതുപോലെ ഭയങ്കര പാവം ലുക്കുള്ള എന്ന് പറയുന്നത് എപ്പോഴും ലുക്കിലേ ഉള്ളൂ. പക്ഷെ അമ്മയുടെ ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടു, ഇയാള് ഭയങ്കര ഇയാള് വിഷയാന്ന്. അങ്ങനെ പിന്നെ ഇന്നസെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ആൾക്കാരുടെ കൺസെപ്റ്റാണ്. ഇന്നസെന്റ് ലുക്കായിരിക്കും ചിലപ്പോൾ. അങ്ങനെ എന്റെ പ്രത്യേകിച്ച് ആൾക്കാരടുത്ത് ഇതാ ഒരു എന്താണ് വഴക്കിനൊന്നും അധികം പോകാറില്ല. ഇപ്പോഴും പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് തന്നെ ഈയിടയ്ക്ക് ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ മുമ്പിലുള്ള ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. ഞാനും അതിലിടിക്കാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് മനുടെ ഹോണൊക്കെ അടിച്ചു. അപ്പോൾ പുള്ളി എടുത്തുണ്ട്. അപ്പോൾ നിർത്തിയതും ബാക്കിൽ നിന്ന് വന്നൊരു സ്കൂട്ടർ ലേഡി വന്ന് ഇടിച്ചു എൻ്റെ വണ്ടിയിൽ. എനിക്ക് ഞാനും മിററിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് അവരുടെ മുഖം കാണാം, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ വണ്ടി സൈഡിലോട്ട് നിർത്തിയിട്ട് ഒരു ഇങ്ങനെ ബ്രേക്ക് പിടിക്കാൻ ഞാൻ മുമ്പിലത്തെ ഓട്ടോ ബ്രേക്ക് പിടിച്ച ഇത്ര അടുത്ത് വരാമോ, ഇതാര്? ഞാൻ ആരോ എന്തോ ആരെങ്കിലും ആയോ, എനിക്ക് നേരിട്ട് കാണണം എന്നുണ്ടായിരുന്നു. ഞാൻ അപ്പം മനപ്പുറം ഇടിച്ചതല്ലേ, ഇങ്ങനെ ഒരു രീതിയിൽ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഷേക്കാൻ്റെ ഒക്കെ ചെയ്ത് സന്തോഷമായിട്ട്. അപ്പൊ ആരടുത്ത് വഴക്ക് പിടിക്കാൻ വെക്കൂല, ചിലപ്പോൾ വഴക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ പൊതുവെ ആരടുത്തും അധികം വഴക്ക് പിടിക്കാറില്ല. വണ്ടി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ വഴക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുന്നത്. പിന്നെ നമ്മുടെ കാര്യം നോക്കി വണ്ടി ഓടിച്ചു പോകും. തമ്പുരാനിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും വളരെ ക്ലീഷായിട്ടുള്ള ചോദ്യമാണ്, ബി നിലവറയെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ അറിയാനുള്ളത്. അല്ലെങ്കിൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ്. അപ്പം അതിൻ്റെ അധികാരത്തിലുള്ള ആൾക്കാർ എന്നുള്ള രീതിയിൽ വെച്ച് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും കേട്ടിട്ടുണ്ടാവും. ബി നിലവറ ഓൾവേസ് ബി പോസിറ്റീവ്. അത് ആക്ച്വലി കൊള്ളാട്ടോ. ക്യൂരിയോസിറ്റി ഉണ്ടോ എന്തായിരിക്കും അതിനുള്ളിൽ ഉണ്ടാവുക എന്നുള്ളത്? നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാം, അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ആൾക്കാര് ഈ കോയിൻസ് ഒക്കെ അന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനും ശരിക്കും ഈ നിലവറാന്ന് തന്നെ ഉള്ളത് തന്നെ കേസ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിനു മുമ്പ് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ പഴയ വല്യമ്മ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ അഴിവെച്ച് കുറെ മുറികൾ എന്താന്ന്, കുറെ മുറികളാന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് ആരും നിലവറ എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ലായിരുന്നു. നമ്മളൊക്കെ വിചാരിച്ചു നിലവറ എല്ലാം ഭൂമിയുടെ അടിയിലാന്നൊക്കെ. പക്ഷേ നിലവറയാണ് ഭൂമിയുടെ അടിയിലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, ബാക്കിയെല്ലാം മുകളിൽ തന്നെ. ഈ നിലവറയുടെ വാതില് കണ്ടിട്ടുണ്ട്. അതെല്ലേ, ഇതുപോലൊരു തടിയല്ല, ഇരുമ്പ് വാതില്. അതിന്റെ മുകളിൽ ചെറിയൊരു വെന്റിലേറ്റർ പോലെ ഉണ്ട്. ഇപ്പൊ ഏതൊരു ഓസ്ട്രേലിയൻ ചാനലിലെ അവരിങ്ങനെ പറയുണ്ടായിരുന്നു, ബി നിലവറയ്ക്കകത്ത് മമ്മി ഉണ്ടെന്ന്. ഞാനും കേട്ടില്ലേ? അഗസ്ത്യമുനിയുടെ സമാധി ബി നിലവറയ്ക്കകത്ത് മമ്മിയുണ്ട്. ഇതുപോലെ കുറച്ച് ചാനലുകാരിങ്ങനെ വിളിച്ചു ചോദിച്ചു, സാർ ബി നിലവറ മമ്മി ഉണ്ടോ? ഞാൻ പറഞ്ഞു, മമ്മി വെളിയിലും ഡാഡി വെളിയിലും. മമ്മി അകത്തും ഡാഡി വെളിയിലെന്നും പറഞ്ഞു.